എത്രയും പെട്ടെന്ന് നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. ഈ കല്യാണം മുടക്കുന്ന കാര്യമൊക്കെ അവരോടൊന്ന് പറ. ഫിലിപ്പേ സർ. ആ വരുൺ കേസിലെ സഹദേവൻ അറിയോ? സർ നേരിട്ട് ആന്റണി उस केस के बारे में क्यों पूछ रहे हैं? സർ ആന്റണി വരുൺ കേസിൽ പുറത്തായി നല്ല കുടിയാണെന്നാ കേട്ടത്. കാശ് കിട്ടുന്ന എന്ത് പണി കളിച്ചു. അയാളെ കുറിച്ചൊന്ന് അന്വേഷിപ്പിക്കണം. യെസ് സർ. എന്താ സാർ പ്രശ്നം? അവൻ ഈടെ ആ സാബുവിന്റെ അടുത്ത് നിന്ന് കേസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചറിയാൻ ഒരു ശ്രമം പോയി വല്ല ഇഷ്യൂ ഉണ്ടാക്കിയാൽ അതാവും അടുത്ത പ്രശ്നം നമുക്ക്. അതൊക്കെ മീഡിയ ഒന്ന് മറന്നിരിക്കുകയായിരുന്നു. അതും ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്നും അറിയാം കേട്ടോ സർ. उनके घर चले गए. ഹലോ. വരൂ, വാ. അതെന്റെ വർക്ക് സ്പേസ്. സംഭവിക്കാവുന്നതല്ലേ ഉള്ളൂ. എന്തായാലും അവരുടെ തീരുമാനം ഞങ്ങളുടെ തീരുമാനം. പലരും മോളുണ്ടാക്കുമായിരുന്നു. പിന്നീട് അത് പ്രശ്നമാവാൻ പാടില്ല. നിങ്ങള് ഇതൊക്കെ തുറന്നു പറഞ്ഞോണ്ട് പറയാ ഞങ്ങളെ പറഞ്ഞു മനസ്സിലാക്കിയേ. അങ്ങനെയാണെങ്കിൽ നമുക്കിത് എത്രയും പെട്ടെന്ന് നടത്താമല്ലേ? ശരി. അപ്പൊ ഓക്കെ, സീ യു. എന്ത് പറ്റി? ജോർജ് കുട്ടിയോട് എത്ര തവണ പറഞ്ഞതാ നമ്മുടെ വീടൊന്ന് പുതുക്കി പണിയാൻ. അതെ, ഇങ്ങനെയുള്ള അപകർഷതാബോധം ശരിയല്ല. നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ ഈ കല്യാണത്തിന് സമ്മതിച്ചിരിക്കുന്നത്. ओ ये नजर रख रहा है देखो. पुलिस ये भी आदमी मिल गया उसके साथ. ജോർജ് കുട്ടി, ആ എന്താ? ആ ഷീറ്റ് മോഹൻചേട്ടനെ കൊടുത്തിട്ട് ഇങ്ങോട്ട് വാ. ഇങ്ങനെ നടന്നാ മതിയോ? നീ കാര്യം പറ. വിളിക്കേണ്ട ബന്ധുക്കളുടെ ലിസ്റ്റ് എടുക്കണ്ടേ? നീ എടുത്തോ. എനിക്ക് പിന്നെ അല്ല, നേരിട്ട് ആ വിളിക്കാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാവരെയും ഒന്ന് ഫോണിൽ വിളിക്കുക, പിന്നെ വാട്സാപ്പിൽ ഒരു കാർഡ് ഇടുക. अच्छा അതിന് വായിക്കാൻ പറ്റുമോ? ഹലോ. ഞാൻ ചാക്കോച്ചനാ. ആ ഇവിടെ ചെറിയൊരു രസമുണ്ടായി. ഒരാളെ ഇറങ്ങിയില്ല, ഞാൻ നല്ലത് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അവര് ആരാന്നെന്തെങ്കിലും അവരെ ഫോൺ ഇട്ടിട്ടുണ്ട്. ആ ശരി എന്നാ ശരി. देखो एक को तो जानता हो, दूसरे को मेन था उसको नहीं जानता. നമുക്ക് അടുത്ത മാസത്തെ സെഷൻ यहाँ भी आ गए हो. ഒരു 10 മിനിറ്റ് വെയിറ്റ്. പോലീസാ? എന്ത് ഫയല്? അഞ്ജു ജോർജിന്റെ ഫയല്. എന്റെ ഡോക്ടറെ, എനിക്ക് നാടകം കളിക്കാനൊന്നും സമയമില്ല. ജോർജ് കുട്ടിയുടെ മോള് അഞ്ജു. അതില്ലാതെ എടുത്തു തരാൻ പറ്റില്ല. നിന്ന अबे ഡോക്ടർ, എനിക്ക് പണിയുണ്ട്. അത് എടുത്തു തന്നാ അത് മേടിച്ചോണ്ട് ഞാനങ്ങ് പോവും. അതല്ലെങ്കിൽ ഡോക്ടറിനെ കൊന്നിട്ട് ഞാനതെടുക്കും. बे ഇതില് ഞാൻ പറയുന്ന ചില മാറ്റങ്ങൾ വരുത്തണം. बे എവിടെങ്കിലും പറഞ്ഞ് സ്മാർട്ടാകാൻ നോക്കിയാ जैसा बोलेगा वैसा करेगी. സെന്റ് മേരീസ് കോളേജിൽ പഠിക്കുന്ന ഡോക്ടറിന്റെ മകളാണ്. बे ഞാൻ ആരോടും പറയില്ല. 1 മണിക്കൂർ മുമ്പ്. ഇപ്പോഴും എന്റെ വിറയിൽ മാറിയിട്ടില്ല ജോർജ് बता കുട്ടി. दिया. അതാരാണെന്ന് എന്തെങ്കിലും ഒരു സൂചന ആരാവും? പോലീസ് ഒന്നും ആയിരിക്കില്ല കേട്ടോ. എന്തായാലും എന്തിനും മടിക്കാത്ത ഒരുത്തനാ. ഡോക്ടർ പോലീസിലൊരു ഐ എം സോറി ജോർജ് കുട്ടി, എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. ഹലോ ഹലോ. അതെ. ജോർജ് കുട്ടി, ആ ഡോക്ടർ രഞ്ജിനി എന്തിനാ വിളിച്ചേ? ഏ ആരെ? കോള് വന്നിട്ട് ജോർജ് കുട്ടി ഫോണുമായിട്ട് പുറത്തേക്ക് പോയിന്ന് അഞ്ചുമോള് പറഞ്ഞു. ആ അഞ്ചുമോക്ക് എന്തുണ്ട്? ആ ജോസേ. അല്ല, ഡോക്ടർ സാധാരണ എന്നെയല്ലേ വിളിക്കാറ്? എടി, നിന്നെ വിളിച്ചപ്പോ ലൈൻ കിട്ടിയില്ല, അതുകൊണ്ട് എന്നെ വിളിച്ചു. നിനക്ക് 4 കൈ മറിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് രജിസ്റ്റേർഡ് ഓണർ ഒരു പൊന്നാനിക്കാരനാ. ഞാൻ അവിടെ പോയി അന്വേഷിച്ചു. സഹദേവനോ? ആ, പുള്ളി ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറാണെന്നാ അന്വേഷിച്ച് പറഞ്ഞത്. ആ, ഇതാടിയൊക്കെ ഉള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. പിന്നെ എന്താണ് വിശേഷിച്ച്? മോള സഹദേവ, ഞാനായിട്ട് നിന്നെ ദ്രോഹിച്ചിട്ടില്ല. നിന്റെ ജീവിതത്തിൽ ഉണ്ടായത് നീയായിട്ട് വരുത്തി. പക്ഷെ എന്റെ കുടുംബത്തെ ഉപദ്രവിക്കുന്നത് ഞാൻ നോക്കി നിൽക്കില്ല. പേടിപ്പിക്കാടാ. അല്ല, നീ ആരത്തിന്റെ പുറത്താ? അപ്പൊ കുറെ നാറിയ ചാനലുകാര് നീ എന്തോ കൊമ്പത്താളാണെന്ന് പറഞ്ഞ് നിന്നെ പൊക്കി അങ്ങ് വെച്ച്. അത് കണ്ട് ഇനി നീ കളിക്കാൻ പോകുന്നത് എന്നോടാ. പെൺകുട്ടികളുടെ കല്യാണം മുടക്കിയിട്ടാ. നിന്നിൽ നിന്ന് ഇതിൽ കൂടുതൽ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചു. ജയിക്കാൻ വേണ്ടി എന്ത് തരം താണ കളിയും കളിക്കുന്നവനാ ഞാൻ.
നീ സമാധാനമായിട്ട് ഇവിടെ ജീവിക്കുന്ന എനിക്കൊന്ന് കാണണം. हमको परेशान करो उसकी फैमिली को. അത് നടക്കും തോന്നുന്നില്ല ജോർജുട്ടി. ഈ കോള് ടാപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ അവരുടെ നീക്കങ്ങളൊന്നും അറിയാനാ, അത്രേ ഉള്ളൂ. എനിക്ക് ഉറപ്പില്ല. ഞാനൊന്ന് ഞാൻ ആരെയും ചെറുതായി കാണാറില്ല. നീർക്കോലി കടിച്ചാലും अबे മര്യാദയ്ക്ക് പറഞ്ഞോ നീ അല്ലെ നിന്റെ മോളെ കൊന്നി. ഇനി പൈകയിലുള്ള ബാബുചായൻ. ഇതൊക്കെ ആരാണ്? ഇവരൊക്കെ ബയലെ ബാബുചായൻ പിന്നെ ആരായിരുന്നു? ലിസ്റ്റ് തന്നിട്ടില്ല. ചേച്ചി നിങ്ങളുടെ ഫ്യൂച്ചർ മരുമാനായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. ജസ്റ്റ് 2 മണിക്കൂറായിട്ടേ ഉള്ളൂ. പിന്നെ വെക്കാം, അതല്ലേ നല്ലത്? അതൊന്നും വേണ്ട. അത് വേണം. ആ. കാലത്തിനനുസരിച്ച് നമ്മൾ മാറണം. വാ. परेशान हो जाएगा നീ दोबारा എഴുത്. से. ഇങ്ങോട്ടിരിക്ക്. എപ്പോഴായിരുന്നു? अब इसने രാവിലെയായിരുന്നു സാറേ. पता नहीं क्या बताया उसने. സർ മൂക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല സർ, പക്ഷെ ഞാൻ പേടിച്ചു പോയി. വിളിച്ചു പറഞ്ഞു. വന്ന പോലീസുകാര് എന്നോട് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈന്റ് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ എന്നെ കൊടുക്ക. ഞാൻ വന്നാൽ ശരിയാവില്ല. ഞാൻ ആരെങ്കിലും വിടാം. വേണ്ട സർ. पता नहीं क्या बताया उस आदमी ने. ഗുഡ് ഈവനിങ്. എന്താ ഫിലിപ്പേ? സാർ, ഒരു ഇൻട്രസ്റ്റിംഗ് ഡെവലപ്മെന്റ് ഉണ്ട്. മീഡിയയുടെ ചെവിയിലെത്തിയ പിന്നെ അതാവും എടുത്തത്. ഒരു കാര്യം ചെയ്യും, ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുപോവാ. गेस्ट हाउस में मिलेगा उससे. पता नहीं क्या जानना चाह रहा है वो. എന്താ നിന്റെ ഉദ്ദേശം? ഞങ്ങൾക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. അതെന്തിനാന്നാ ചോദിച്ചത്? പോലീസാണെന്നൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല സാറേ. സാറിനത് അറിയാലോ, പിന്നെ എന്തിനാ ചോദിക്കുന്നത്? ചോദിച്ചാലോ തരം പറയണം. വരുണ്ട ബോഡി ഒരു വീട്ടിൽ കയറി മരിക്കാൻ കിടക്കുന്ന ഒരു മനുഷ്യനെയും അയാളുടെ മകളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് എന്തിനാ നീ അവരെ ഉപദ്രവിച്ചത്? BNS 74 ചാർജ് ചെയ്ത് അകത്തിട്ടേരാ. और उसका बाप भी आ गया जो मरा था वो लड़का. ഗീത, ഇതാരാ നോക്കി? IG തോമസ് ബാസ്റ്റിൻ. How are you doing, Gita? മീര, ഗീത ഭക്ഷണം വല്ലതും കഴിച്ചോ? നിർബന്ധിച്ചപ്പോ കുറച്ച് കഴിച്ചു സാർ. അന്ന് ഓന്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു മാട. പക്ഷെ എനിക്ക് തെറ്റി. അവൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. ഞാൻ അവളുടെ കൂടെ പുറത്തിറങ്ങാതെയായി. വീട്ടിൽ വരുന്നവരോട് പോലും സംസാരിക്കാതെയായി. തയ്യാറല്ലായിരുന്നു. സ്വന്തം മകന് നീതി വാങ്ങിക്കൊടുക്കാൻ കഴിയാതെയുമാണ് ഗീത ഈ അവസ്ഥയിലാക്കിയതെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. उसका बाप है ये गीता का. ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. എന്നിട്ടും എനിക്ക് കിട്ടിയതെന്താ? अबे എങ്ങനെയെങ്കിലും ഈ കേസ് തെളിയിക്കപ്പെടണം. ये भी वही चाहता है. ഈ സംഭവം അതാണ് സാർ അയാളുടെ ക്വാളിഫിക്കേഷൻ. ഈ സംസ്ഥാനത്തെ പോലീസിന്റെ കഴിവിന് ലുക്ക്, ഈ സഹദേവന് ആ ഫാമിലിയോട് തീർത്താൽ തീരാത്ത പകയുണ്ട്. ആ 2 കുട്ടി, ഹീസ് നോട്ട് ദ കൈൻഡ് ഓഫ് പേഴ്സൺ യു ക്യാൻ ട്രസ്റ്റ് മിസ്റ്റർ പ്രഭാകർ. ഹീസ് എ ലൂസ് ക്യാരക്ടർ. പലർക്കും പരിമിതികളുണ്ട്. ആ പരിമിതി സഹദേവനില്ല. इसने उसे हार किया. ഐ ആം ലൂസിംഗ് മൈ വൈഫ്. എനിക്ക് ഗീത എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം.